നമസ്കാരം. ഗുരുവിനെ നമിച്ച്, എന്നെ കേൾക്കുന്നവരെ നമിച്ച്, ഒരു തുടക്കക്കാരൻ്റെ മനസ്സോടെ പറയാൻ തുടങ്ങുന്നത് നമ്മുടെ ജീവിതത്തെക്കുറിച്ചാണ്. ജീവിതം നമ്മളോട് പറയുകയാണ്, നീ നിൻ്റെ ജീവിതം മനോഹരമാക്കി ജീവിക്കുക. കാരുണ്യപൂർവം, സ്നേഹപൂർവം, ദയാപൂർവം നിൻ്റെ ചെറിയ ലോകത്ത് നീ ജീവിക്കുക. ജീവിതത്തെ സ്നേഹിക്കുക, ജീവിതത്തെ ആദരിക്കുക. ജീവിതത്തോടുള്ള ആദരവ് എന്ന് പറയുമ്പോൾ ജീവിതം നമുക്കായി നൽകുന്ന എല്ലാത്തിനെയും അതേപോലെ സ്വീകരിക്കുക. ജീവിതം പലപ്പോഴായിട്ട് പലതും നമുക്ക് നൽകിയിട്ടുണ്ട്. ആ നൽകിയതിൽ സുഖദുഃഖങ്ങളുണ്ട്, ലാഭനഷ്ടങ്ങളുണ്ട്, ജയപരാജയങ്ങൾ ഉണ്ട്. അതിനെ സമമായി കണ്ട് ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള ശാന്തിയെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ഈ ശാന്തി അനുഭവിക്കലാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ഒന്നിനോടും ഒട്ടലില്ലാതെയുള്ള സ്വാതന്ത്ര്യം. അതിനായിട്ട് നമ്മൾ പലയിടങ്ങളിൽ കയറി ഇറങ്ങുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അതിനു വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. ചില ബന്ധങ്ങളെ ഉണ്ടാക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ബന്ധങ്ങളെന്ന് പറയുമ്പോൾ അത് ചില സാഹചര്യങ്ങളാവാം, ആളുകളാവാം, വസ്തുക്കൾ ആവാം. അതിൽ നിന്ന് കുറച്ച് സമയം നമുക്ക് സമാധാനം അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ സമാധാനക്കേട് നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. സമാധാനക്കേട് അത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതിനെ അതേപോലെ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ പ്രകൃതത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നത്. ആ പ്രകൃതം എന്ന് പറയുന്നത് കാരുണ്യം, സ്നേഹം, ദയ. ഇത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ഇത് അനുഭവിക്കലാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ഭൂമി, വായു, ജലം, അഗ്നി, ആകാശം, ഇവ അഞ്ചും എല്ലാത്തിനെയും സ്വീകരിക്കുന്നുണ്ട്. ആ സ്വീകരിക്കലിലാണ് അതിന് നിലനിൽക്കാൻ കഴിയുന്നത്. ഭൂമി നല്ലതിനെയും ചീത്തയെയും സ്വീകരിക്കുന്നുണ്ട്. നമ്മളെറിയുന്ന മാലിന്യങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ഒരു പുഴ സൗമ്യമായി ശാന്തമായി ഒഴുകുന്നുണ്ടെങ്കിൽ സ്വീകരിക്കാനുള്ള അതിൻ്റെ കഴിവിലാണ്. നമ്മുടെ ശരീരം ആഹാര സാധനങ്ങളെ സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഈ ശരീരത്തിന് നിലനിൽക്കാൻ കഴിയുന്നത്. ആഹാര സാധനങ്ങൾ, ഇപ്പം നമ്മളൊരു പാത്രം, ആ പാത്രം ആഹാര സാധനങ്ങളെ സ്വീകരിക്കുന്നത് കൊണ്ടാണ് ആ പാത്രം ഉപയോഗിക്കപ്പെടുന്നത്, ആ പാത്രത്തിന് ശ്രദ്ധ കിട്ടുന്നത്. അപ്പോൾ ജീവിതത്തിൽ വരുന്ന എല്ലാത്തിനെയും നമ്മൾ സ്വീകരിക്കുക. അവിടെയാണ് ശാന്തി, അവിടെയാണ് നമുക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുന്നത്. അപ്പം നമ്മുടെ വേദനയ്ക്ക് കാരണം അറിവിൻ്റെ കുറവാണ്. അറിവ് നമ്മൾ കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, പക്ഷേ അറിവിൽ നമ്മൾ ജീവിക്കുന്നില്ല. നമ്മുടെ വീട്ടിൽ വാഹനമുണ്ട്, ആ വാഹനത്തിൽ നിറയെ പെട്രോളുമുണ്ട്, പക്ഷെ നമ്മൾ വാഹനം ഉപയോഗിക്കുന്നില്ല. അതുപോലെ നമ്മൾ അറിവുണ്ട്, പക്ഷേ അറിവിൽ നമ്മൾ ജീവിക്കുന്നില്ല. അറിവിൽ ജീവിക്കുമ്പോഴാണ് നമുക്ക് ശാന്തരും സ്വസ്ഥരുമാവാൻ സാധിക്കുന്നത്. ഒരു ഗ്രാമത്തിൽ ഒരു യുവാവുണ്ടായിരുന്നു. നിഷേധ ചിന്തകളും അതുമായിട്ട് ബന്ധപ്പെട്ട വികാരങ്ങളും ജീവിച്ച യുവാവ്. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തികളും ആ യുവാവിൽ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തോട് കരുണ തോന്നിയ ഒരാൾ ഈ യുവാവിനോട് പറഞ്ഞു, നമ്മുടെ ഗ്രാമത്തിൽ പ്രായം ചെന്ന ഒരാൾ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട്
നീ എല്ലാ പ്രശ്നങ്ങളും പറയുക. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് ഈ പ്രായം ചെന്ന ആളുടെ അടുത്തേക്ക് ഈ യുവാവ് ചെന്നു. മനസ്സ് തുറന്നു. എല്ലാം കേട്ട അദ്ദേഹം ഈ യുവാവിനോട് പറഞ്ഞു, നിന്നെ എനിക്ക് സഹായിക്കാൻ സാധിക്കില്ല. ഞാൻ അറിവ് ശേഖരിച്ച് അറിവ് പറയുന്ന ഒരാൾ മാത്രമാണ്. ഞാൻ പറയുന്ന അറിവിൽ എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതം ഭാരപ്പെട്ടാണ് ഞാൻ ജീവിച്ച് തീർക്കുന്നത്. നിന്നെ സഹായിക്കാൻ എനിക്കാവില്ല. പക്ഷെ നിന്നെ സഹായിക്കാൻ ഒരു ഗുരുവിന് സാധിക്കും. നമ്മുടെ ഗ്രാമത്തിന് അടുത്ത അദ്ദേഹമുണ്ട്. നീ അദ്ദേഹത്തെ പോയിട്ട് കാണണം. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഉപദേശം കേട്ട് ഈ യുവാവ് ഗുരുവിൻ്റെ അടുത്തേക്ക് ചെന്നു. മനസ്സ് തുറന്നു പറഞ്ഞു. എല്ലാം കേട്ട ഗുരു ഈ യുവാവിനോട് പറഞ്ഞു, കുറച്ച് സമയം നീ മൗനമനുഭവിക്കണം. നിന്റെ എല്ലാ പ്രവൃത്തികളും ശ്രദ്ധയോടെ ചെയ്യണം. കാരുണ്യപൂർവം, സ്നേഹപൂർവം, ദയാപൂർവം ചെയ്യണം. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ അതികഠിനമായിരിക്കും. പക്ഷെ നീ നിന്റെ പരിശീലനം തുടർന്നുകൊണ്ട് പോകണം. അങ്ങനെ ഈ യുവാവ് പരിശീലനം തുടർന്നു. ആദ്യത്തെ ദിവസം അതികഠിനമായിരുന്നു. ശക്തമായ ചിന്തകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട വികാരങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട വേദനകൾ എല്ലാം ആ യുവാവിൽ ഉണ്ടായിരുന്നു. പക്ഷേ പരിശീലനം തുടർന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ സമയത്ത് ചിന്തകൾ അടങ്ങി, മനസ്സ് ശാന്തമായി. എന്തെന്നില്ലാത്ത ഒരാനന്ദം ഈ യുവാവ് അനുഭവിച്ചു. ഈ യുവാവ് ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ നിശബ്ദമായിട്ട് ഇരുന്നു. ആ ഇരിപ്പിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ രണ്ടും നിറഞ്ഞ് ഒഴുകി. അത് വേദനയുടെ കണ്ണുനീര് ആയിരുന്നില്ല, സ്നേഹത്തിൻ്റെ, ആനന്ദത്തിൻ്റെ കണ്ണുനീര് ആയിരുന്നു. ഇതേപോലെ ഈ ആനന്ദം, ഈ ഒരു സ്നേഹം നമുക്കും അനുഭവിക്കാൻ കഴിയും. ചെറുതായിട്ട് നമ്മൾ നമുക്കായി അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊടുത്താൽ മാത്രം മതി. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിശബ്ദമായി ശാന്തമായ ഒരു സ്ഥലത്ത് ഇരിക്കുക. എന്നിട്ട് മനസ്സ് പറയുക, എത്രയോ ദിവസങ്ങൾ കടന്നുപോയിട്ടുണ്ട് എന്നിലൂടെ, അതിനെ ഒന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. കാരുണ്യപൂർവം, സ്നേഹപൂർവം, ദയാപൂർവം ഞാൻ ചുറ്റിലും നോക്കിയിട്ടില്ല. ഏതോ ഒരു നിമിഷം ചില സമയത്ത് ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ശാന്തിയും സമാധാനവും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അത് നിത്യമായിട്ട് എൻ്റെ കൂടെ ചേർന്ന് നിന്നിട്ടില്ല. നാളെ ഒരു ദിവസമുണ്ട്. ആ ഒരു ദിവസത്തെ ഞാൻ ഏറ്റവും മനോഹരമാക്കിയിട്ട് ജീവിക്കും. കാരുണ്യപൂർവം, സ്നേഹപൂർവം, ദയാപൂർവം എല്ലാ പ്രവൃത്തികളും ഞാൻ ചെയ്യും. എനിക്ക് ചുറ്റുമുള്ള എല്ലാത്തിനെയും ഞാൻ അതേ ഭാവത്തോടെ നോക്കും. ഇത് ഉള്ളിൽ ഉറപ്പിക്കുക. എന്നിട്ട് അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ടൊരുക്കിയിട്ട് ജീവിക്കുക. അങ്ങനെ ജീവിക്കാനുള്ള ആ ഒരു സാഹചര്യങ്ങൾ നമുക്ക് ഒരുങ്ങട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.